ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു ആലിയ കട്ട് കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇതാ പ്ലീറ്റ് ഇടാനായിട്ട് ഈ എംബ്രോയ്ഡറി വരുന്ന മെറ്റീരിയൽ 3 മീറ്ററും പിന്നെ യോക്ക് വശത്തേക്ക് ഒരു 1/2 മീറ്ററും ലൈനിങ് 3 മീറ്ററുമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് സ്ലീവ്ലെസ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാ ലൈനിങ് 4ആയിട്ട് ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് യോക്ക് ലെങ്ത്ത് 14 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഇനി ഷോൾഡർ 6.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൈക്കുഴി നമുക്ക് അടയാളപ്പെടുത്താം. ആം ഹോളും 7 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് നമുക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. അത് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേസ്റ്റ് ഭാഗമാണ് അടയാളപ്പെടുത്തുന്നത്. വേസ്റ്റ് റൗണ്ട് 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈക്കുഴി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇത് ബാക്ക് നെക്ക് ഒന്ന് അടയാളപ്പെടുത്താം. 3 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തുമാണ് ബാക്ക് നെക്ക് ഞാൻ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പാക്കി കൊടുക്കുക. അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾ 3 ഇഞ്ച് വിഡ്ത്തിലും 6 ഇഞ്ച് ലെങ്ത്തിലും ഒന്ന് ഒരു വി ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം ഒരു 3.5 ഇഞ്ച് മേലോട്ട് 4 ഇഞ്ചൊക്കെ മേലോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. 3.5-4 ഇഞ്ചൊക്കെ മതിയാവും. ആ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ യോക്ക് വശത്തേക്ക് എടുത്ത നല്ല മെറ്റീരിയൽ ഈ ലൈനിങ് വെച്ചൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ബാക്കും ഫ്രണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പ്ലീറ്റ് ഇടുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതിന് ഈ മെറ്റീരിയൽ 3 മീറ്ററിൻ്റെ മെറ്റീരിയലാണ്. ഇത് രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുക. 1.5 മീറ്റർ ഫ്രണ്ടിലേക്കും 1.5 മീറ്റർ ബാക്കിലേക്കും ആക്കിയിട്ട് സെൻട്രൽ കൂടെ കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇത് ഫ്രണ്ട് വശം മാത്രം എടുത്തിട്ട് ഇതുപോലെ മടക്കിയിടുക. പ്ലീറ്റ് ഇടുന്ന ഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കിയിടുക, ഫ്രണ്ട് വശം മാത്രം. എന്നിട്ട് നമ്മൾ ഫുൾ ലെങ്ത്തിൽ നിന്ന് യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് 33 ഇഞ്ചാണ് എനിക്ക് പ്ലീറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 33 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടുന്ന് ഒരു 4 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തണം. യോക്ക് വശം നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയ മാതിരി ഇത് 33 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് ആ 33 ഇഞ്ചിലേക്ക് നമ്മൾ ആ ലൈന് കൊണ്ടുപോയി എത്തിക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ബാക്ക് വശം ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം 33 ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം.
ലൈനിങ് ഞാൻ എ ലൈനായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ എ ലൈനായിട്ട് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തപ്പോൾ നമ്മൾ 4 ഇഞ്ച് ഇതുപോലെ എക്സ്ട്രാ കൂട്ടിയെടുത്തിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ലൈനിങ്ങും. അപ്പോൾ ഓക്കെ, ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മേലെ യോക്ക് വശത്തിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ലൈനിങ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. ക്യാൻവാസ് ഇല്ലാണ്ടാണ് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യണത്. എന്നിട്ട് ഇതുപോലെ ഒപ്പം കഴുത്ത് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സ്ലീവ്ലെസ് ആയ കാരണം സ്ലീവിൻ്റെ അവിടെയും കൂടി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് മറിച്ചെടുക്കാം. നെക്കിൻ്റെ അവിടെയും സ്ലീവിൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്തത് നമുക്കൊന്നിങ്ങനെ കുഞ്ഞേതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്കിതുപോലെ ഒന്ന് മറിച്ചെടുക്കാൻ. ഓക്കെ, ഇതുപോലെ മറിച്ചിട്ട് എടുത്തിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഫുള്ളായിട്ട് മേലക്കോടെ ഒന്ന് ലൈനിങ്ങും നല്ല തുണിയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഇനി ബാക്ക് യോക്കിൻ്റെ ബാക്ക് വശത്തെ നെക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം ഇതുപോലെ നല്ല ഭാഗവും ഒരേ വശത്തേക്കും ലൈനിങ് ഒരേ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഷോൾഡർ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ഇനി ആ സ്ലീവിൻ്റെ അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടെടുക്കാം. 2 സൈഡിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് മറിച്ചിട്ടെടുക്കാം. ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഇനി നമ്മൾ ബാക്ക് വശത്തെ ലൈനിങ് ഇത് 3 സൈഡിലൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് ഇതുമേ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമ്മൾ പ്ലീറ്റ് ഇടുന്ന ബാക്ക് വശം ഫ്രണ്ടും ഒന്ന് പ്ലേറ്റ് ഇട്ടെടുക്കുക. പ്ലീറ്റ് ഇട്ടെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ യോക്കിൽ ജോയിൻ ചെയ്തെടുക്കുക. ഫ്രണ്ട് ഭാഗവും ബാക്ക് വശം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് എ ലൈനായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതും ഇതിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നമുക്ക് 2 ഭാഗം ഒന്ന് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ഷേപ്പ് ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതുപോലെ അടിവശം ലൈനിങ്ങും നല്ല വശവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആലിയ കട്ട് കുർത്തി സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.